കർത്താവിൽ പ്രിയമുള്ളവരെ, 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹാമാൻ്റെ അന്ത്യം, യഹൂദന്മാരുടെ ഉദ്ധാരണം, പൂരീം പെരുന്നാൾ എന്നുള്ളതാണ് ഈ അധ്യായത്തിൻ്റെ പേര്. 31 ചോദ്യങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. താരതമ്യേന ഒരു ചെറിയ അധ്യായം, വലിയ കാതലായ കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ വായിച്ചു വന്നപ്പോഴാണ് കുറേയേറെ ചോദ്യങ്ങൾ കാണാനായിട്ടിടയായത്. അപ്പം ഇതുവരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. യഹൂദ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനായി എസ്തേർ രാജ്ഞി നടത്തിയ ശ്രമങ്ങൾ ഏവ? തനതായ ബുദ്ധിവൈഭവത്തിലൂടെയും സമയോചിതമായ ഇടപെടലുകളുടെയുമാണ് എസ്തേർ നടത്തിയ ശ്രമങ്ങൾ. തനതായ ബുദ്ധിവൈഭവത്തിലൂടെയും സമയോചിതമായ ഇടപെടലുകളിലൂടെയുമാണ് എസ്തേർ രാജ്ഞി വിവിധ ശ്രമങ്ങൾ നടത്തിയത്. രണ്ടാമത്തെ ചോദ്യം, എസ്തേർ രാജ്ഞിയുടെ ദൃഢപ്രതിജ്ഞ എന്തായിരുന്നു? മൊർദെഖായിയുടെയും യഹൂദ ജനത്തിൻ്റെയും നാശത്തിനു വേണ്ടി ചതിപ്രയോഗങ്ങൾ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാമാൻ ഇനി അവ തുടരരുത് എന്ന്. മൊർദെഖായിയുടെയും യഹൂദ ജനത്തിൻ്റെയും നാശത്തിനു വേണ്ടി ചതിപ്രയോഗങ്ങൾ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാമാൻ ഇനി അവ തുടരരുത് എന്നത്. മൂന്നാമത്തെ ചോദ്യം, ദൈവനിശ്ചയമായി മാറിയത് എന്ത്? ഹാമാൻ കുരുക്കി തയ്യാറാക്കി വച്ചിരുന്ന കഴിവിൽ തന്നെ അവൻ മരിക്കണമെന്നത്. ഹാമാൻ കുരുക്കി തയ്യാറാക്കി വച്ചിരുന്ന കഴിവിൽ തന്നെ അവൻ മരിക്കണമെന്നത് ദൈവനിശ്ചയമായി മാറി. ഹാമാൻ അവന് തന്നെ വിനയായി മാറിയത് എങ്ങനെ? ഹാമാൻ അവന് തന്നെ വിനയായി മാറിയത് എങ്ങനെ? എസ്തേറിൻ്റെ ബുദ്ധിവൈഭവത്തിന് മുമ്പിൽ ഹാമാൻ ഉണ്ടാക്കി വെച്ച കുതന്ത്രങ്ങൾ അവന് തന്നെ വിനയായി. എസ്തേറിൻ്റെ ബുദ്ധിവൈഭവത്തിന് മുമ്പിൽ ഹാമാൻ ഉണ്ടാക്കി വെച്ച കുതന്ത്രങ്ങൾ അവന് തന്നെ വിനയായി മാറി. ഹാമാൻ ഉണ്ടായ ഗതികേട് എന്ത്? മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ ഹാമാൻ തൻ്റെ ഭാര്യയുടെ ഉപദേശം കേട്ട് ഉണ്ടാക്കിയ കഴുമരത്തിൽ അവൻ തന്നെ തൂക്കിക്കൊല്ലപ്പെടുന്നത്. അപ്പം ഹാമാൻ ഉണ്ടായ ഗതികേട് എന്താണ്? മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ ഹാമാൻ തൻ്റെ ഭാര്യയുടെ, നമുക്കറിയാം ഭാര്യയുടെ പേരെന്തോ, സേരസ്, ഭാര്യയുടെ ഉപദേശം കേട്ട് ഉണ്ടാക്കിയ കഴുമരത്തിൽ അവൻ തന്നെ തൂക്കി കൊല്ലപ്പെടുന്നത്. ഇനിയും ആറാമത്തെ ചോദ്യം, ഗ്രീസിലും റോമിലും നിലനിന്നിരുന്ന ശിക്ഷയുടെ രീതി എന്ത്? കഠിനമായി ശിക്ഷിക്കപ്പെടുവാൻ പോകുന്ന കുറ്റവാളിയുടെ മുഖം മൂടുന്നത്. കഠിനമായി ശിക്ഷിക്കപ്പെടുവാൻ പോകുന്ന കുറ്റവാളിയുടെ മുഖം മൂടുന്നതാണ് ഗ്രീസിലും റോമിലും നിലനിന്നിരുന്നത്. ഏഴാമത്തെ ചോദ്യം, കുറ്റവാളിയുടെ മുഖം മൂടുന്നത് എന്തിൻ്റെ സൂചനയായിരുന്നു? ആൾ ചെയ്ത കുറ്റത്തിൻ്റെ കഠിനമായ ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത്. അതായത് ആ ആൾ ചെയ്ത കഠിനമായ ശിക്ഷയുടെ കുറ്റത്തിന് കഠിനമായ ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇനിയും എട്ടാമത്തെ ചോദ്യം, ഹാമാൻ്റെ അന്ത്യം നൽകുന്ന സാക്ഷ്യം എന്ത്? നീതിമാനെ വധിക്കുവാൻ ഹാമാനെ പോലെയുള്ള തിന്മയുടെ മൂർത്തികൾ നിർമ്മിക്കുന്ന കഴുമരത്തിൽ അന്യായത്തിൽ നിന്നുരുവായ തിന്മ തന്നെ വധിക്കപ്പെടുന്നതായി. നീതിമാനെ വധിക്കുവാൻ ഹാമാനെ പോലെയുള്ള തിന്മയുടെ മൂർത്തികൾ നിർമ്മിക്കുന്ന കഴുമരത്തിൽ അന്യായത്തിൽ നിന്നുരുവായ തിന്മ തന്നെ വധിക്കപ്പെടുന്നതായി. ഒൻപതാമത്തെ ചോദ്യം, ഹാമാൻ്റെ മരണശേഷം സമകാലിക ലോകത്തിന് ലഭിക്കുന്ന വലിയ പാഠങ്ങൾ എന്ത്? ഹാമാൻ്റെ മരണശേഷം സമകാലിക ലോകത്തിന് ലഭിക്കുന്ന വലിയ പാഠങ്ങൾ ഏവ? ഹാമാൻ്റെ മരണശേഷം മൊർദെഖായി ഹാമാൻ്റെ സ്ഥാനത്തേക്ക് രാജാവ് ഉയർത്തുന്ന കാഴ്ച. ഹാമാൻ്റെ മരണശേഷം മൊർദെഖായിയെ ഹാമാൻ്റെ സ്ഥാനത്തേക്ക് രാജാവ് ഉയർത്തുന്ന കാഴ്ച. ആരെയാണ് ഹാമാൻ്റെ വീടിന് മേൽവിചാരകൻ ആക്കിയത്? ആരെയാണ് ഹാമാൻ്റെ വീടിന് മേൽവിചാരകൻ ആക്കിയത്? മൊർദെഖായിയെ. ഇനിയും മൊർദെഖായിയെ ഹാമാൻ്റെ വീടിന് മേൽവിചാരകനാക്കിയത് ആര്? എസ്തേർ. അപ്പം ഹാമാൻ്റെ വീടിന് മേൽവിചാരകൻ ആരെയാണ് ആക്കിയത്? മൊർദെഖായിയെ. അതാരാക്കിയത്? എസ്തേർ. നമ്മളിങ്ങനെ പഠിക്കണം, എസ്തേർ മൊർദെഖായിയെ ഹാമാൻ്റെ വീടിൻ്റെ മേൽവിചാരകൻ ആക്കി. 12ാമത്തെ ചോദ്യം, ചരിത്രകാരൻ ആര്? ഹെറോഡോട്ടസ്. അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് മാച്ച് ദ ഫോളോയിങ് വേണമെങ്കിൽ ചോദിക്കാം. ഹെറോഡോട്ടസ്, ഇപ്പുറത്ത് ചരിത്രകാരൻ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഇട്ടിരിക്കുന്നത്. 13ാമത്തെ ചോദ്യം, ശിക്ഷിക്കപ്പെടുന്നവർക്ക് ബാബിലോണിൽ നിലനിന്നിരുന്ന സമ്പ്രദായം എന്ത്?
അത് അല്ലെങ്കിൽ ഹെറോഡോട്ടസ് ശിക്ഷിക്കപ്പെടുന്നവരെക്കുറിച്ച് ബാബിലോണിലെ സമ്പ്രദായത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്, അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പം ശിക്ഷിക്കപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന സമ്പ്രദായം, ബാബിലോണിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പം എസ്തേർ മൊർദെഖായിയെ ഹാമാൻ്റെ വീടിന് മേൽവിചാരനാക്കിയത് എങ്ങനെ? അത് 3 കാര്യങ്ങളാണ്. ശിക്ഷിക്കപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന സമ്പ്രദായം ബാബിലോണിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഹാമാൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ രാജാവ് അത് എസ്തേറിന് നൽകുന്നു. എസ്തേർ മൊർദെഖായിയെ അവിടെ കാര്യവിചാരകൻ ആക്കുകയും ചെയ്യുന്നു. അപ്പം എസ്തേർ എങ്ങനെയാണ് മൊർദെഖായിയെ ഹാമാൻ്റെ വീടിൻ്റെ മേൽവിചാരകനാക്കിയത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കുറ്റം ചെയ്യപ്പെടുന്ന ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഹാമാൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ രാജാവ് അത് എസ്തേറിന് നൽകുന്നു, ഹാമാൻ്റെ വീട് നൽകുന്നു. എസ്തേർ മൊർദെഖായിയെ അവിടെ കാര്യവിചാരകനാക്കുകയും ചെയ്യുന്നു. രാജാവ് ഹാമാനിൽ നിന്ന് എടുത്ത മുദ്രമോതിരം നൽകിയത് എന്തിൻ്റെ സൂചനയാണ്? രാജാവ് ഹാമാനിൽ നിന്ന് എടുത്ത മുദ്രമോതിരം മൊർദെഖായിക്ക് നൽകിയത് പിന്നെ രാജസന്നിധിയിലേക്ക് പ്രവേശിപ്പിച്ച് ഹാമാനെ പോലെ മൊർദെഖായി രാജഭരണത്തിൽ 2ാം സ്ഥാനിയായി മാറി. ആ ചോദ്യത്തിൽ മുദ്രമോതിരം മൊർദെഖായിക്ക് നൽകിയത് എന്നുള്ളതും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അത് ടൈപ്പ് ചെയ്ത് പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്. രാജാവ് ഹാമാനിൽ നിന്ന് എടുത്ത മുദ്രമോതിരം മൊർദെഖായിക്ക് നൽകിയത് എന്തിൻ്റെ സൂചനയാണ്? അത് രാജസന്നിധിയിലേക്ക് പ്രവേശിപ്പിച്ച് ഹാമാനെ പോലെ മൊർദെഖായിയെ രാജഭരണത്തിൽ 2ാം സ്ഥാനിയായി മാറി എന്നുള്ളത്. 16ാമത്തെ ചോദ്യം, എസ്തേർ രാജ്ഞിയുടെ പ്രധാന ലക്ഷ്യം എന്ത്? യഹൂദർക്ക് സുരക്ഷിതത്വം ലഭ്യമാക്കുക എന്നുള്ളത്. അടുത്ത ഒരു ചോദ്യം നല്ലൊരു ചോദ്യമാണ്. യഹൂദരുടെ ഉദ്ധാരണത്തിനായി രാജാവ് എത്ര കൽപ്പന പുറപ്പെടുവിച്ചു? ഏവ. അത് 2ആയിട്ട് നമ്മൾ പഠിക്കണം. 2 കൽപ്പനയാണ്, ഉദ്ധാരണത്തിന് വേണ്ടി 2 കൽപ്പനയാണ് പുറപ്പെടുവിച്ചത്. ഒന്നാമത്തെ കൽപ്പനയിൽ പറയുന്നത് എന്ത്? അല്ലെങ്കിൽ യഹൂദരുടെ ഉദ്ധാരണത്തിന് വേണ്ടി രാജാവ് പുറപ്പെടുവിച്ച 1ാം കൽപ്പന പറയുന്നത് എന്താണ്? യഹൂദരെ ആരും ഉപദ്രവിക്കാൻ പാടില്ല. ആരെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ അങ്ങനെയുള്ളവരെ തിരിച്ചാക്രമിക്കുവാനുള്ള അനുവാദവും അവർക്ക് നൽകി. അപ്പം വളരെ എളുപ്പമാണ്. യഹൂദരെ ആരെയും ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ അങ്ങനെയുള്ളവരെ തിരിച്ചാക്രമിക്കുവാനുള്ള അനുവാദവും അവർക്ക് നൽകി. 2ാമത്തെ കൽപ്പനയിൽ വിവിധ സ്ഥലങ്ങളിൽ ചിതറിപ്പാർത്തിരുന്ന യഹൂദർ കൂടി വരികയും പരസ്പരം സന്തോഷിച്ചാനന്ദിച്ചുകൊണ്ട് വിരുന്നൊരുക്കി ഉത്സവം ആചരിക്കുകയും ചെയ്തു. അപ്പോൾ 2ാമത്തെ കൽപ്പനയിൽ വിവിധ സ്ഥലങ്ങളിൽ ചിതറിപ്പാർത്തിരുന്ന യഹൂദർ ഒരുമിച്ച് വരികയും പരസ്പരം സന്തോഷിച്ചാനന്ദിച്ചുകൊണ്ട് പരസ്പരം എന്ത് ചെയ്ത് വിരുന്നൊരുക്കി ഉത്സവം ആചരിക്കുകയും ചെയ്തു. അപ്പം 1ാമത്തെ കൽപ്പന യഹൂദരെ ആരും ഉപദ്രവിക്കാൻ പാടില്ല. ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ തിരികെ ആക്രമിക്കുന്നതിനുള്ള അനുവാദം നൽകി. 2ാമത്തെ കൽപ്പനയിൽ വിവിധ സ്ഥലങ്ങളിൽ ചിതറിപ്പാർത്തിരുന്ന യഹൂദർ കൂടി വരികയും പരസ്പരം സന്തോഷിച്ചാനന്ദിച്ചുകൊണ്ട് വിരുന്നൊരുക്കി ഉത്സവം ആചരിക്കുകയും ചെയ്തു. ഇനിയും 18ാമത്തെ ചോദ്യം, രാജാവിൻ്റെ 1ാം കൽപ്പന എന്തിൻ്റെ മുൻകുറിയാണ്? ഇത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. രാജാവിൻ്റെ 1ാം കൽപ്പന എന്തിൻ്റെ മുൻകുറിയാണ്? ശിക്ഷ വിധിക്കേണ്ട അതേ കരങ്ങളാൽ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൽപ്പന നൽകിയെന്നത്. ശിക്ഷ വിധിക്കേണ്ട അതേ കരങ്ങളാൽ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൽപ്പന നൽകിയെന്നത് കർത്താവ് ഒരുക്കിയ വീണ്ടെടുപ്പിൻ്റെ മുൻകുറിയാണ്. ഒന്നും കൂടെ നമുക്ക് പറയാം. ശിക്ഷ വിധിക്കേണ്ട അതേ കരങ്ങളാൽ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൽപ്പന നൽകി എന്നത് കർത്താവ് ഒരുക്കിയ വീണ്ടെടുപ്പിൻ്റെ മുൻകുറിയാണ്. 19ാമത്തെ ചോദ്യം, ഹാമാൻ്റെ ഉപായ ലേഖനങ്ങളെ നിർജ്ജീവമാക്കുന്ന പുതിയ രാജകൽപ്പന നടപ്പാക്കിയതെങ്ങനെ? വലിയ കുറച്ചേറെ പോയിന്റുകൾ ഉള്ളതാണ്. ഏകദേശം 10 അതിലധികം പോയിന്റുകൾ ഉള്ളതാണ്. അത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്. ഹാമാൻ വധിക്കപ്പെടുന്നുവെങ്കിലും അദ്ദേഹം പുറപ്പെടുവിച്ചുള്ള രാജകൽപ്പനകൾ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങളും ചിന്താക്കുഴപ്പങ്ങളും ആശങ്കകളും വർദ്ധിച്ചു. അപ്പം ഒന്നാമത്തെ കാര്യം, ഹാമാൻ വധിക്കപ്പെട്ടു, പക്ഷേ അദ്ദേഹം പുറപ്പെടുവിച്ച കൽപ്പനകൾ മുഖാന്തരം എന്ത് ചെയ്തു? രാജ്യത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങളിലും ചിന്താക്കുഴപ്പവും ആശങ്കയും വർദ്ധിപ്പിച്ചു. അപ്പം ചിന്താക്കുഴപ്പവും ആശങ്കയും വർദ്ധിപ്പിച്ചു. കാരണം ഹാമാൻ പണ്ട് പുറപ്പെടുവിച്ച കൽപ്പന മുഖാന്തരം. ഒന്നാമത്തെ പോയിന്റ്. അതുകൊണ്ട് എന്ത് ചെയ്തു? പരസ്പര വിരുദ്ധമായ എല്ലാ കൽപ്പനകളും റദ്ദാക്കണമെന്ന അപേക്ഷ
രാജ്ഞി രാജാവിന് മുമ്പാകെ വെച്ചു. അപ്പം പറഞ്ഞു പരസ്പര വിരുദ്ധമാണ്. കാരണം ഈ പഴയ കൽപ്പനയും ഇപ്പോഴത്തെ കൽപ്പന എന്താ? അവരെ ആരെങ്കിലും ആക്രമിച്ചാൽ അങ്ങനെ ചെയ്യണം. പണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്ന അവരെ ആക്രമിക്കണമെന്ന്. അപ്പം നമുക്കറിയാലോ അത് തമ്മിൽ പരസ്പര വിരുദ്ധമാണ്. അപ്പോൾ ആ പരസ്പര വിരുദ്ധമായതുകൊണ്ട് ആ വിരുദ്ധമായ എല്ലാ കൽപ്പനകളും റദ്ദാക്കണമെന്ന് അപേക്ഷിച്ചു. മൂന്നാമത് എന്താ ചെയ്യുന്നത്? രാജാവ് അവളുടെ അപേക്ഷ സ്വീകരിക്കുകയും ഉചിതമായത് ചെയ്യുവാൻ കൽപ്പിക്കുകയും ചെയ്തു. രാജാവ് രാജ്ഞിയോട് പറഞ്ഞു അതിനുവേണ്ട ഉചിതമായ കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയപ്പം സീവാൻ മാസം 23 തീയതി സീവാൻ മാസമായ 3-ാം മാസം 23. അപ്പോൾ അതിൻ്റെ അകത്തൊരു 3 പൊതുവായിട്ടുണ്ട്. അപ്പം സീവാൻ മാസമായ 3-ാം മാസം 23-ാം തീയതി മൊർദെഖായി കൽപ്പിച്ചത് അനുസരിച്ച് രാജാവിൻ്റെ രായസക്കാരെ എല്ലാവരെയും വിളിച്ചു. അപ്പോൾ രാജാവിൻ്റെ രായസക്കാരെ മൊർദെഖായി വിളിച്ചത് സീവാൻ്റെ 3-ാം മാസം 23-ാം തീയതി മൊർദെഖായി രാജാവിൻ്റെ രായസക്കാരെ എല്ലാം വിളിച്ചു. അവരെ യഹൂദന്മാർക്കും ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെയുള്ള 127 സംസ്ഥാനങ്ങൾ, യഹൂദന്മാർക്കും രണ്ടാമതാർക്ക് ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെയുള്ള 127 സംസ്ഥാനങ്ങളിലെ രാജപ്രതിനിധികൾ ദേശാധിപതിമാർക്കും സംസ്ഥാന പ്രഭുക്കന്മാർക്കും 3 പേർക്ക്, രാജപ്രതിനിധികൾക്കും ദേശാധിപതിമാർക്കും സംസ്ഥാന പ്രഭുക്കന്മാർക്കും ഇനിയും അതാത് സംസ്ഥാനങ്ങളിലെ അവിടുത്തെ അക്ഷരത്തിലും അതാത് ജാതികളിൽ അതാത് ഭാഷയിലും യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും എഴുതി. അപ്പം യഹൂദന്മാർക്ക് ഹിന്ദു ദേശം മുതൽ എല്ലാ യഹൂദന്മാർക്കും പിന്നീട് ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെയുള്ള 127 സംസ്ഥാനങ്ങളിലെ 3 പേരാണ് രാജപ്രതിനിധികളെ, ദേശാധിപതിമാരെ, സംസ്ഥാന പ്രഭുക്കന്മാർ. അപ്പം അവർക്ക് അതാത് സംസ്ഥാനങ്ങളിൽ അവിടുത്തെ അക്ഷരത്തിലും, അപ്പം ഓരോ സംസ്ഥാനങ്ങളിലും അവിടുത്തെ അക്ഷരം. ഇപ്പം നമ്മൾ ഇന്ത്യ അങ്ങനെ ഒന്ന് കണക്ക് കൂട്ടിയാൽ മതി. കാരണം കേരളത്തിലേക്ക് അയക്കുമ്പോൾ മലയാളത്തിൽ, തമിഴ്നാട്ടിലേക്ക് അയക്കുമ്പോൾ തമിഴ്. അപ്പോൾ അതുകൊണ്ടാണ് അതാത് സംസ്ഥാനങ്ങളിലേക്ക് അവിടുത്തെ അക്ഷരത്തിൽ. ഇനിയും അതാത് ജാതികൾക്ക് അതാത് ഭാഷയിൽ, ഓരോ ജാതികൾക്കും ഭാഷയിൽ വ്യത്യാസമുണ്ട്. അപ്പം അതാത് ജാതികൾക്ക് അവരുടെ ഭാഷയിലും ഇനിയും യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും എഴുതി രാജാവിൻ്റെ നാമത്തിൽ എഴുതി വെച്ച, അത് ആരുടെ പേരിൽ എഴുതി, ഓൺ ബിഹാഫ് ഓഫ് രാജാവ്. എന്നിട്ട് എന്ത് ചെയ്തു? രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് അഞ്ചൽക്കാരുടെ കൈവശം എല്ലായിടത്തും കൊടുത്തുവിട്ടു. ഇത് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ 10 പോയിൻ്റായിട്ട് എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പം ഉപായ ലേഖനങ്ങളെ നിർജീവമാക്കാനുള്ള രാജകൽപ്പന നടപ്പാക്കിയത് എങ്ങനെ? അപ്പം നമുക്കത് വളരെ ഭംഗിയായിട്ട് ഇതൊരു സീക്വൻസായിട്ട് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് എഴുതി പോകാനായിട്ട് ഒക്കും. 10 ഉണ്ടല്ലോ എന്നോർത്ത് പേടിക്കേണ്ട. അപ്പോൾ ഒന്നും കൂടെ നമുക്കത് ആ പോയിന്റുകളൊന്ന് സംക്ഷിപ്തമാകാനായിട്ട് ഒന്നും കൂടെ ഒന്ന് കോൺസൈൻസ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യമേ എന്താ ചെയ്തത്? ഹാമാൻ വധിക്കപ്പെട്ടു. അപ്പം പക്ഷേ അദ്ദേഹം പുറപ്പെടുവിച്ച രാജകൽപ്പനകൾ നിലനിൽക്കുന്നു. എന്താ അത് കാരണം എന്തുണ്ടാകുന്നു? ചിന്താക്കുഴപ്പങ്ങളും ആശങ്കകളും ഉണ്ടാകുന്നു. അപ്പോൾ അത് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്, അത് പരസ്പര വിരുദ്ധമായ കൽപ്പനകളാണ്, അത് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്ഞി രാജാവിൻ്റെ അടുക്കൽ അപേക്ഷ കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? രാജാവ് ആ അപേക്ഷ സ്വീകരിക്കുന്നു, ഉചിതമായത് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പം സീവാൻ മാസത്തിൻ്റെ 3-ാം മാസം 23-ാം തീയതി മൊർദെഖായി രാജാവിൻ്റെ രായസക്കാരെ എല്ലാവരെയും കൂടെ വിളിക്കുന്നു. അപ്പം അവരെ വിളിച്ചിട്ട് ആർക്കൊക്കെ? എല്ലാ യഹൂദന്മാർക്ക്, പിന്നെ കൂശ് ദേശം മുതൽ ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെയുള്ള 127 സംസ്ഥാനങ്ങൾ. അപ്പോൾ അവിടെ 3 കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ യഹൂദന്മാരെ ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെ, പിന്നെ 127 സംസ്ഥാനങ്ങൾ. അപ്പോൾ അങ്ങനെ 3 പേര്. അപ്പം അതിലെ 3 പേർക്ക് ആരൊക്കെ? രാജപ്രതിനിധികൾ, ദേശാധിപതിമാർ, സംസ്ഥാന പ്രഭുക്കന്മാർ. ഇനിയും എന്ത് ചെയ്യുന്നു? അവർക്ക് എങ്ങനെ ചെയ്യുന്നു? അതാത് സംസ്ഥാനങ്ങളിൽ അവിടുത്തെ അക്ഷരത്തിൽ. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് അതാത് 127 സംസ്ഥാനം ഉണ്ടെന്നല്ലേ പറഞ്ഞു. അപ്പം അതിനോട് ബന്ധിപ്പിച്ച് അതാത് സംസ്ഥാനങ്ങളിൽ അതാത് അക്ഷരത്തിൽ, ഇനിയും അതാത് ജാതികൾക്ക് അവരുടെ ഭാഷയിൽ, യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും എഴുതി രാജാവിൻ്റെ നാമത്തിൽ എഴുതി വെച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് അഞ്ചൽക്കാരുടെ കൈവശം കൊടുത്തുവിട്ടു. ഉണ്ടോ? വെരി ഗുഡ്. നിങ്ങൾ എന്നോടൊപ്പം തന്നെ അത് പഠിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വെരി ഗുഡ്. അടുത്ത ചോദ്യം, 20ാമത്തെ ചോദ്യം. മൊർദെഖായി രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് അയച്ച എഴുത്ത് എന്ന് തയ്യാറാക്കിയതാണ്? അത് സീവാൻ മാസമായ 3-ാം മാസം 23-ാം തീയതി. സീവാൻ മാസമായ 3-ാം മാസം 23-ാം തീയതി. ഇനി മൊർദെഖായി അയച്ച കത്തിൻ്റെ അനന്തരഫലം എന്ത്?
അങ്ങനെ എഴുതി അയച്ച കത്തിൻ്റെ അനന്തരഫലം എന്താ? യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെ മുഴുവനും കൊന്നൊടുക്കി. ശൂഷൻ രാജധാനിയിൽ 500 പേരും ഹാമാൻ്റെ 10 മക്കളും വധിക്കപ്പെട്ടു. തങ്ങളുടെ ശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കി. എന്നാൽ അവരുടെ വസ്തുക്കളൊന്നും യഹൂദർ കൊള്ള ചെയ്തില്ല. അപ്പം 4 കാര്യങ്ങൾ. ഒന്ന്, യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെ മുഴുവനും കൊന്നൊടുക്കി. ശൂഷൻ രാജധാനിയിൽ 500 പേരും ഹാമാൻ്റെ 10 മക്കളും വധിക്കപ്പെട്ടു. എല്ലാ ശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കി. പക്ഷേ യഹൂദന്മാർ അവരാരുടെയും ഒരു കൊള്ളയും മുതലും അവർ എടുത്തില്ല എന്നുള്ളതാണ്. ഇതാണ് 21ാമത്തെ ചോദ്യം, മൊർദെഖായി തയ്യാറാക്കി അയച്ച കത്തിൻ്റെ അനന്തരഫലം എന്നുള്ളത്. 22ാമത്തെ ചോദ്യം, എത്യോപ്യൻ പാരമ്പര്യപ്രകാരം പഴയ അറേബ്യൻ സാമ്രാജ്യം എവിടെയെല്ലാം വ്യാപിച്ചു കിടക്കുന്നു? ഇന്ത്യ ഒരറ്റത്തും കൂശ് അഥവാ ഇപ്പോഴത്തെ എത്യോപ്യ മറ്റേ അറ്റത്തുമായി നീണ്ടു കിടക്കുന്ന വലിയ ഒരു സാമ്രാജ്യം ആയിരുന്നു. ഇന്ത്യ ഒരറ്റത്തും കൂശ് അഥവാ ഇപ്പോഴത്തെ എത്യോപ്യ മറ്റേ അറ്റത്തുമായി നീണ്ടു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യമായിരുന്നു. കൂശ് എന്നുള്ളത് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം, എത്യോപ്യ. ഇനിയും 24ാമത്തെ ചോദ്യം, ഹാമാൻ്റെ മരണത്തോടുണ്ടായ യാഥാർത്ഥ്യം എന്ത്? ഒരു യഹൂദനെ തൊടുവാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല. ഒരു യഹൂദനെ തൊടുവാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല. 25ാമത്തെ ചോദ്യം, ആധാർ മാസം 13-ാം തീയതിയുടെ പ്രത്യേകത എന്ത്? വിവിധ സംസ്ഥാനങ്ങളിലായി യഹൂദന്മാർ ധാരാളം പേരെ വധിച്ച ദിവസം. വിവിധ സംസ്ഥാനങ്ങളിലായി യഹൂദന്മാർ ധാരാളം പേരെ വധിച്ച ദിവസമാണ് ആധാർ മാസം 13-ാം തീയതി. ഇനിയും പൂരീം പെരുന്നാളിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ പൂരീം പെരുന്നാളിനെക്കുറിച്ച് വിശദീകരിക്കുക. പൂരീം പെരുന്നാൾ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ ഒരു മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിലെ അവസാനത്തെ ഒരു വാചകം എഴുതണം. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും. 3 കാര്യം. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായതിൻ്റെ ആഘോഷമാണ് പൂരീം പെരുന്നാൾ. അപ്പോൾ അത് 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ ആ 4 പോയിൻ്റ് എഴുതിയാൽ മതി. യഹൂദന്മാർക്ക് 4 കാര്യങ്ങളാണ് ലഭിച്ചത്. എന്തൊക്കെ? 1, പ്രകാശം, സന്തോഷം, ആനന്ദം, ബഹുമാനം. പ്രകാശം, സന്തോഷം, ആനന്ദം, ബഹുമാനം ഇവ ഉണ്ടായതിൻ്റെ ആഘോഷമാണ് പൂരീം പെരുന്നാൾ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം 6ലധികം പോയിന്റുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, വിവിധ സംസ്ഥാനങ്ങളിലായി യഹൂദന്മാർ ധാരാളം പേരെ വധിച്ച ദിവസമാണ് യഹൂദന്മാരുടെ ആധാർ മാസം 13-ാം തീയതി. ഈ മഹാവിജയത്തെ അവർ 14-ാം തീയതി ആഘോഷിച്ചു. ശൂശനിൽ 13ഉം 14ഉം തീയതികളിൽ അവർ ശത്രു സംഹാരം നടത്തുകയും 15-ന് ആഘോഷം നടത്തുകയും ചെയ്തു. അപ്പം ആധാർ മാസം 13-ാം തീയതി യഹൂദന്മാർ വിവിധ സംസ്ഥാനങ്ങളിലായി ധാരാളം പേരെ വധിച്ചു. 14-ാം തീയതി ഈ മഹാവിജയത്തെ അവർ ഒരു ആഘോഷമായിട്ട് ആഘോഷിച്ചു. 13ഉം 14ഉം എന്ന് പറയുന്നത് ശൂശനിൽ 13ഉം 14ഉം തീയതികൾ ശത്രു സംഹാരം നടത്തുകയും പിന്നെ 15-ന് ആഘോഷം നടത്തുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം, യഹൂദന്മാർക്ക് പ്രകാശം, സന്തോഷം, ആനന്ദം, ബഹുമാനം ഇവ ഉണ്ടായതിൻ്റെ ആഘോഷമായിരുന്നു. ഇനി ഗ്രാമങ്ങളിൽ ആധാർ മാസം 14-ാം തീയതിയും പട്ടണങ്ങളിൽ 15-നും ആഘോഷിച്ചിരുന്നു. അപ്പം ഇതാണ് പൂരീം പെരുന്നാളിൻ്റെ വിശദീകരണം അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇനി പൂരീം പെരുന്നാൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായതിൻ്റെ ആഘോഷം. ഇനി പൂരീം എന്ന പേരിൻ്റെ പശ്ചാത്തലം, അത് നല്ലൊരു ചോദ്യമാണ്. പൂരീം എന്ന പെരുന്നാളിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ പൂരീം എന്ന പേരിൻ്റെ അല്ലെങ്കിൽ പദത്തിൻ്റെ പശ്ചാത്തലം. 1, എല്ലാ യഹൂദന്മാർക്കും ശത്രുവായ ഹാമാൻ അവരെ നശിപ്പിക്കേണ്ടതിന്, അവരുടെ നേരെ ഒരു ഉപായം ചിന്തിച്ച് അവരെ മുടിക്കേണ്ടതിന്. എല്ലാ യഹൂദന്മാർക്കും ശത്രുവായ ഹാമാൻ അവരെ നശിപ്പിക്കേണ്ടതിന്, അവർക്ക് നേരെ ഉപായം ചിന്തിച്ച് അവരെ മുടിക്കേണ്ടതിന് പൂര് എന്ന ചീട്ടിടുകയും അവൻ യഹൂദന്മാർക്കെതിരെ ചെയ്ത ദ്രോഹത്തിൻ്റെ മറുപടിയായി അവനും അവൻ്റെ തലമുറയ്ക്കും കഴുമരം ലഭിച്ചതിനാൽ അവർ ഈ രക്ഷയുടെ ഉത്സവത്തിന് പൂർ എന്ന പദത്തിൽ നിന്ന് വരുന്ന പൂരീം എന്ന പേര് വിളിച്ചു. അപ്പം എന്താ ചെയ്യുന്നത്? ഇവൻ ഇട്ട ചീട്ടിൻ്റെ പേര് പൂർ എന്നായിരുന്നു. അത് യഹൂദന്മാർക്കെതിരെ ചെയ്ത അവൻ്റെ ദ്രോഹത്തിന് മറുപടിയായി അവനും അവൻ്റെ തലമുറയ്ക്കും കഴുമരം ലഭിച്ചതിനാൽ ഈ രക്ഷയുടെ ഉത്സവത്തിന് പൂർ എന്ന പദത്തിൻ്റെ ബഹുവചന അർത്ഥമായ പൂരീം എന്ന പേര് വിളിച്ചു. അപ്പം ഇതാണ് പൂരീം എന്ന പദത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. 28ാമത്തെ ചോദ്യം, മൊർദെഖായി എഴുതിയ ചട്ടം എന്ത്? മൊർദെഖായി എഴുതിയ ചട്ടം എന്ത്? ദുഃഖം സന്തോഷമായും വിലാപം ഉല്ലാസമായും തീരുന്ന നാളുകളിൽ ദുഃഖം സന്തോഷമായും വിലാപം ഉത്സവമായും തീരുന്ന നാളുകളിൽ
വിരുന്ന് നടത്തണമെന്നും സന്തോഷം പങ്കിടണമെന്നും. അപ്പം എന്നാ വിരുന്ന് നടത്തേണ്ടതും സന്തോഷം പങ്കിടേണ്ടതും? ദുഃഖം സന്തോഷമായും വിലാപം ഉത്സവമായും തീരുന്ന നാളുകളിൽ വിരുന്ന് നടത്തണമെന്നും സന്തോഷം പങ്കിടണമെന്നും പരസ്പരം സമ്മാനങ്ങൾ കൈമാറണമെന്നും അതൊരു ഉത്സവമായി ആചരിക്കണമെന്നും. വെരി ഗുഡ്. അത് ഞാനൊരു പോയിൻ്റായിട്ട്, അതൊരു പാരഗ്രാഫായിട്ട് വേണം എഴുതാനായിട്ട്, പക്ഷേ അതൊരു പോയിൻ്റായിട്ട് പഠിക്കാനായിട്ട് അങ്ങനെ ആക്കി തീർത്തതാണ്. അപ്പം ദുഃഖം സന്തോഷം ആയിട്ട് മാറണം. വിലാപം ഉത്സവമായിട്ടും തീരുന്ന ദിനങ്ങളിൽ ദുഃഖം സന്തോഷമായും വിലാപം ഉത്സവമായും തീരുന്ന നാളുകളിൽ എന്ത് ചെയ്യണം? വിരുന്ന് നടത്തണം, സന്തോഷം പങ്കിടണം. ദെൻ അതൊരു ഉത്സവമായി അന്ന് എന്ത് ചെയ്യണം? പരസ്പരം സമ്മാനങ്ങൾ കൈമാറണമെന്നും അതൊരു ഉത്സവമായി ആചരിക്കണമെന്നും. പുതിയ നിയമത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായ കാതലായ തത്വം എന്ത്? സഹോദരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദേഷിക്കുക എന്നത്. പുതിയ നിയമത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായ കാതലായ തത്വം എന്താണ് ഈ പുസ്തകത്തിൽ കാണുന്നത്? സഹോദരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദേഷിക്കുക. എന്ത് തമ്മിലുള്ള ബന്ധം ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നില്ല. പഴയ പുതിയ നിയമങ്ങൾ തമ്മിലുള്ള ബന്ധം. എന്തിനെക്കുറിച്ചുള്ള പരാമർശം ഉള്ള ഏക പുസ്തകമാണ് എസ്തേറിൻ്റെത്? ഇന്ത്യയെക്കുറിച്ച്. അപ്പം ഈ ചോദ്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പഠിപ്പാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാ നന്മകളും നേരുന്നു. ഈ 11 അധ്യായവും ക്ഷമയോടുകൂടെ കേൾക്കാനും ശ്രവിക്കുവാനും പഠിക്കുവാനും ഒക്കെ ശ്രമിച്ച നിങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും ഉള്ള ദിവസങ്ങളിൽ പരീക്ഷയുടെ ചില ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.